അവളെ അമ്മയുടെ മാനസപുത്രിയായിട്ട് നിൽക്കുകയല്ലേ. അതിന് മാറ്റം വരണമെന്നാ ഞാൻ പറഞ്ഞത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാർത്തികേ. എങ്കിൽ കുറച്ച് വളഞ്ഞ വഴി നോക്കണം. നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണം. അതിനെ പറ്റിയ ഒരാളേ ഉള്ളൂ, പ്രതാപേട്ടൻ. എന്താ ഒരു ആലോചന? മുമ്പൊരിക്കൽ ഞാൻ നന്ദനയുടെ കാര്യം മൂപ്പരോട് സൂചിപ്പിച്ചതാ. ഉടുമ്പ പ്രതാപേട്ടൻ, പിടിച്ചാ പിടിവിടില്ല. പിന്നെ അയാളെ ഒഴിവാക്കാനേ നമ്മൾ വേറെ വല്ല വഴി ആലോചിക്കേണ്ടി വരും. അത് അന്നേരമല്ലേ. ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ അയാളെ ആശ്രയിക്കുന്നത് തന്നെയാ നല്ലത്. ഉദയേട്ടൻ കാര്യത്തിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് വേറൊരു പ്രശ്നമുണ്ട്. അതെന്താ? ഏട്ടനും പ്രതാപേട്ടനും തമ്മിൽ നല്ല ടൈംസിലാ. പണ്ടേ അതങ്ങനെയാ. അതിനൊരു മറുവശം ഉണ്ടല്ലോ. നന്ദനെ പ്രതാപേട്ടന് തീരെ പിടുത്തമില്ല. അത് നമ്മൾ മുതലെടുത്താ മതി. ഒന്ന് സമീപിച്ച് നോക്കാം. എന്തെങ്കിലും മാർഗം പുള്ളിക്കാരൻ പറഞ്ഞു തരാതിരിക്കില്ലെന്നാ എന്റെ പ്രതീക്ഷ. അമ്മായിയമ്മേ മരുമോളും കൂടി പന്ത് തട്ടി തട്ടി ഗോൾമുഖത്തെത്തിച്ചിരിക്കുക. ഇനി ഗോൾ അടിക്കാനാ പ്ലാൻ. അതിനു മുമ്പ് വിലക്കിയില്ലെങ്കിൽ പ്രതാപേട്ടൻ ഇപ്പൊ എവിടെ? ഞാൻ നാട്ടിൽ തന്നെയല്ലേ, തൃശ്ശൂര്. എന്നാ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്? ഈയിടെയല്ലേ യതീന്ദ്ര ഞാൻ അവിടെ ഒന്ന് വന്നിട്ട് പോന്നത്. എന്നാ ഒന്നുകൂടെ ഒന്ന് വരണം. നീ മാറ്റർ എന്താണെന്ന് പറയടാ. അല്ല അത് പിന്നെ ഇങ്ങന്നേ പ്രതാപേട്ട, ഞാന് കാർത്തികേ, നീ അവിടെ ഉണ്ടായിരുന്നോ മോളെ? കണ്ണാടി വെച്ചിട്ട് ഇപ്പൊ കാഴ്ചയുടെ പ്രശ്നമൊക്കെ മാറിയോ മോളെ? കണ്ണുവേദന പൂർണ്ണമായിട്ട് ഭേദമായോ മോളെ? ഇപ്പൊ കുഴപ്പമില്ല. ആ അതെ, പ്രതാപേട്ടൻ എന്നാ കുന്നത്തുരേക്കൊന്ന് വരുന്നത്? എപ്പ വരണം? കാർത്തിക വിളിച്ച പ്രതാപേട്ടൻ പറന്നങ്ങോട്ട് വരില്ലേ? അമ്മയെ കാണാനാണെന്നുള്ള മട്ടി വന്നാ മതി. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ പ്രതാപേട്ടനേ ഉള്ളൂ. നിങ്ങൾ ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട. അല്ലല്ല ആ ധൈര്യപ്പെടണ്ട, ഞാനില്ലേ കൂടെ. എങ്കിൽ കഴിയുന്നത് പെട്ടെന്ന് പറഞ്ഞേ. ഒരു മനസ്സമാധാനം ഇല്ല ഞങ്ങൾക്കിവിടെ. ആയിക്കോട്ടെ, ഞാൻ വരാന്നേ. ശരി, എങ്കിൽ നേരി കാണാം. ശരി കാണാലോ. പ്രതാപേട്ടൻ വരും. പകുതി ആശ്വാസമായി. ഇനി പുള്ളി ഡീൽ ചെയ്യുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ. ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയുടെ ഭാഗത്ത് നിന്ന് പരിധി വിട്ടുള്ള ചോദ്യം ചെയ്യലോ വിശദീകരണം ഉണ്ടായ കയ്യും കെട്ടി നിൽക്കരുത്. ശക്തമായി തന്നെ പ്രതികരിക്കണം. നിങ്ങള് കുന്നത്തൂരെ ബിസിനസ്സുകളുടെ മാനേജിംഗ് പാർട്ട്ണറാ, അല്ലാതെ അവിടുത്തെ ഉദ്യോഗസ്ഥനൊന്നും അല്ല. അതെനിക്കറിയാവുന്ന കാര്യമല്ലേ? അറിഞ്ഞതുകൊണ്ടായില്ല, അതനുസരിച്ച് പ്രവർത്തിക്കണം. എല്ലാം നോക്കി നടത്താൻ അനിയൻ, അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ അമ്മയും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും. അതെവിടുത്തെ ന്യായോ? അതുകൊണ്ട് സ്വത്തിന്റെ കാര്യവും അതിന്റെ അവകാശം സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരണം. ഒരു ചലഞ്ചിന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാർത്തികേ. പരിമിതികളുണ്ട്, നിനക്കറിയാലോ എല്ലാം. ആ പരിമിതികളെ മറച്ചു പിടിച്ചോണ്ട് വേണം നമ്മൾ നിൽക്കാൻ. മനസ്സിലായോ? കാവല് കിടക്കാൻ ഒരാള്, കുരയ്ക്കാൻ വേറെ ചിലർ. അതിന് എന്തായാലും നടക്കില്ല. എന്തായാലും പ്രതാപേട്ടൻ വരട്ടെ. വരട്ടെ.
അല്ല, ഇങ്ങനെ വന്ന് വെറുതെ നിന്നാ മതിയോ ഉദയ? നന്ദനയോട് സംസാരിക്കുന്നില്ലേ? അതിന് ഞാൻ വന്നപ്പോ ഇതൊക്കെ അരിഞ്ഞോണ്ടിരിക്കില്ലേ? ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ? അത് ശരി. ഞാനിത് മാറ്റി വെച്ചിരുന്നെങ്കിൽ ചോദിച്ചേനെ, എന്തിനാ കണ്ടവിടെ മാറ്റി വെച്ചത്? എനിക്ക് പച്ചക്കറികൾ അലർജിയാണോ? അല്ല, നിങ്ങളിൽ ആരാ ഇപ്പൊ കൂടുതൽ ചെറിയ കുട്ടിന്നാ എനിക്ക് സംശയം. ഒരാള് UKG എങ്കിൽ മറ്റേയാൾ LKG. കൊള്ളാം. KG ആണെങ്കിലും പല കാര്യങ്ങളിലും PhD ആണെന്നാ ഭാവം. ആർക്കാ? നിനക്കോ അതോ ഇവൾക്കോ? അമ്മ, ഞാൻ ദേഷ്യം പിടിക്കാതെ. നിനക്ക് തർക്കത്തിലാവാങ്കി എനിക്കും ആവാം. അമ്മ കേട്ടിട്ടില്ലേ ആരോ പറഞ്ഞത്? എനിക്ക് ഫലിതം ഇഷ്ടമാണ്, പക്ഷേ അത് ഞാൻ പറയണം എങ്കിലേ ചിരിക്കൂന്ന്. നിക്ക്, ഉദയൻ എങ്ങോട്ടാ ഈ ദേഷ്യപ്പെട്ട് ഓടുന്നത്? എനിക്കിത്ര അസംബന്ധ വർത്തമാനങ്ങൾ ഇഷ്ടമല്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ വേണോ ഉദയ? വീട്ടുവിശേഷങ്ങൾ പങ്കുവെക്കുകയും നാട്ടുവർത്താനങ്ങളൊക്കെ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴാ വീട്ടിലൊരു അന്തരീക്ഷം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വീടെന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമായി പോവും. അടുത്തടുത്ത മുറികളിൽ ആരൊക്കെയോ താമസിക്കുന്ന ഹോട്ടല് പോലെ. തമ്മിൽ അറിയ പോലുമില്ല. എന്നോട് ഇന്നലെ ഒരു കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞമ്മേ. പുള്ളിക്കാരനും ഭാര്യയും സ്വന്തം വീട്ടിൽ ഒരേ മുറിയിൽ അപരിചിതരെ പോലെ കഴിയുന്നതെന്ന്. പരസ്പരം സംസാരിക്കുന്നത് പോലെ അത്യാവശ്യത്തിന് മാത്രമാണ്. ഇവന്റെ കൂട്ടുകാരനല്ലേ? അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, എന്നാ പിന്നെ അവർക്ക് ബന്ധം ഒഴിഞ്ഞിട്ട് സന്യസിക്കാൻ പോയിക്കൂടെ? ഞാനത് ചോദിച്ചു. അപ്പൊ പറയാ ഭാര്യയെ സന്യസിക്കാൻ വിടുന്നത് ആ കൂട്ടുകാരന് ഇഷ്ടമല്ലെന്ന്. അത് കൊള്ളാലോ. ഇതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നെൽക്കുതയാ, പറയാൻ വന്നത് പറഞ്ഞില്ല. അമ്മ അങ്ങ് പറഞ്ഞാ മതി. പിന്നെ നിന്നോട് സംസാരിക്കാൻ ഞാൻ ഉദയനൊരു കാര്യം ഏൽപ്പിച്ചു വിട്ടതാ. അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അതാ അവനിങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങിപ്പോയത്. എന്ത് കാര്യം അമ്മ? യതീന്ദ്രന് ഒപ്പിടിക്കാൻ കൊണ്ടുവന്ന പേപ്പറുകളില്ലേ, ഉദയൻ ഒപ്പിടാൻ നേരം മോളെന്തിനത് കേറിയെടുത്തത്? മുദ്രപത്രവും മറ്റുമല്ലമ്മേ. ഒന്ന് വായിച്ചു നോക്കാതെ സൈൻ ചെയ്യുന്നത് ശരിയല്ല. ഇത്തരം രേഖകളിൽ പതിപ്പിക്കുമ്പോഴാ കയ്യൊപ്പിന് വിലയുണ്ടാവുന്നത്. യതിയേട്ടൻ സൈനിടിക്കാൻ കൊണ്ടുവന്ന പേപ്പറുകളിൽ കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാലും എന്നാ കേട്ടോ, അങ്ങനെയല്ല മോളെ, നിന്റെ ഊഹം തെറ്റിയില്ല. കുഴപ്പമുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ മുമ്പ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട്. അതും പോരാതെ ഉദയന്റെ പേരിലുള്ള വസ്തുവും എന്റെ പേരിലുള്ള വീടും പണയപ്പെടുത്തി വീണ്ടും കടമെടുക്കാനുള്ള പരിപാടിയായിരുന്നു. ശരിക്കും ഉദയൻ അത് ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ അപകടമായി തീർന്നേനെ. വായ്പ എടുത്തതുകൊണ്ടായില്ലല്ലോ, അത് തിരിച്ചടക്കണ്ടേ, അതും പലിശ ചേർത്ത്. അല്ലെങ്കിൽ ബാങ്കുകാരുടെ സ്വഭാവം മാറും. അമ്മയോട് യതിയേട്ടൻ നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നില്ലേ? കടമെടുക്കുന്ന കാര്യം സൂചിപ്പിച്ചു. പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലവും വീടും പണയപ്പെടുത്തുന്നതിനെ പറ്റി മിണ്ടിയില്ല. മിണ്ടാൻ സമ്മതിക്കില്ല കാർത്തികേ. തക്ക സമയത്ത് മോൾ ഇടപെട്ടതുകൊണ്ട് വലിയൊരു ആപത്തിന്നാ ഈ കുടുംബം രക്ഷപ്പെട്ടത്. അന്നേരത്തെ ദേഷ്യത്തിന് പത്രവും പേപ്പറും കീറിക്കളഞ്ഞത് ഞാനാണെങ്കിലും അതിന് നിമിത്തമായത് മോളാണല്ലോ. അമ്മ അന്നേരം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തന്നെ അത് ചെയ്യേണ്ടി വന്നേനെ. എങ്കിലിപ്പോ ഇതായിരിക്കില്ല ഇവിടുത്തെ അന്തരീക്ഷം. ഭൂകമ്പം നടക്കുമായിരുന്നു. ഉദയന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ഇതോടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുമായിരുന്നു. അത്രയ്ക്ക് വലിയ തട്ടിപ്പല്ലേ യതി കാണിച്ചത്. എന്നിട്ട് എന്തു പറഞ്ഞു? ഉദയനോ? അവനല്ലേ ആള്. അനങ്ങാപ്പാറ നയം, അത്ര തന്നെ. അവനായിട്ട് ഒന്നിനും വയ്യ. മനസ്സില്ല, അതാണ് സത്യം. എന്ന് കരുതി നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. അതാ പറയാൻ വന്നത്. മോക്ക് ഈ കുടുംബത്തിനോട് സ്നേഹമുണ്ടോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഏതോ കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞില്ലേ, അയാളുടെ ഭാര്യയെ പോലെ ഒരേ വീട്ടിൽ താമസിക്കുന്ന അന്യപുരുഷനാണോ മോൾക്ക് ഭർത്താവ്? അമ്മേ, അതമ്മേ ഞാൻ... അതൊക്കെ പോട്ടെ,
പെറ്റമ്മയ്ക്കും വളർത്തമ്മയ്ക്കും തുല്യമാണ് നീ എനിക്ക് തന്ന സ്ഥാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും സ്ഥാനമൊന്നും എനിക്ക് വേണ്ട മോളെ. അമ്മായിയമ്മയല്ലേ, മോളുടെ മനസ്സിൽ ചെറിയൊരിടം മതി എനിക്ക്. ആ അവകാശം വെച്ച് പറയുക. ഇതുവരെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്വത്തോടെ മോള് ബിസിനസ്സിൽ ഇടപെടണം. അതെ, അതൊരാവശ്യമല്ല, അത്യാവശ്യമാണെന്ന് വന്നിരിക്കുന്നു. ഉദയനെ പോലെ ഒഴിഞ്ഞു മാറരുത് മോള്. ഉത്തരവാദിത്വം മാത്രമല്ല, മോളുടെ കടമ കൂടിയാണത്. ഭർത്താവിന്റെ മാത്രം വിഹിതമല്ല മറ്റുള്ളവർ കടത്തിക്കൊണ്ടു പോകുന്നത്. നാളെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാനുള്ള പങ്കാണത്. എന്താ മോളെ, ഇങ്ങനെ പറഞ്ഞാ പോരെ? ഇനി അപേക്ഷിക്കണമെങ്കിൽ അങ്ങനെയോ ആവാം. അയ്യോ അമ്മേ, ഈ കുടുംബത്തിന്റെ കൂട്ടുത്തരവാദിത്തത്തിലാ ടെക്സ്റ്റൈൽസും മറ്റ് സ്ഥാപനങ്ങളും. നമ്മൾ മാത്രമുള്ളപ്പോ അമ്മ ഇങ്ങനെ ഭാരിച്ച ചുമതലകൾ ഏൽപ്പിക്കുമ്പോ എന്തോ അതിലൊരു പോരായ്മ. എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സംസാരിക്കാം. ഉദയനും യതീന്ദ്രനും കാർത്തികയും നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോ പിന്നെ ഒരാളും മോളെ അവഗണിക്കില്ല. അന്നേരം പക്ഷെ പുതിയ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പിന്നോട്ട് മാറരുത്. കടമോ ഉത്തരവാദിത്വമോ ഒക്കെ അവിടെ നിൽക്കട്ടെ. മോൾ ഇത് അമ്മയോട് കാണിക്കുന്ന സ്നേഹമോ അതല്ല ഔദാര്യമോ അങ്ങനെ കൂട്ടിയാ മതി. എല്ലാവരും കേൾക്കാനായി എനിക്കൊരു വിഷയം സംസാരിക്കാനുണ്ട്. 5 മിനിറ്റ് സമയം വേണം. ആർക്കും വലിയ തിരക്കില്ലെന്ന് വിചാരിക്കുന്നു. ഞങ്ങളോട് എന്തെങ്കിലും പറയാൻ അമ്മയ്ക്ക് എന്തിനാ ഇൻട്രൊഡക്ഷൻ? പറയാനുള്ള കാര്യം പ്രധാനപ്പെട്ടതായതുകൊണ്ട്. ഒന്ന് മുൻകൂട്ടി പറഞ്ഞേക്കാം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ മനസ്സുണ്ടാവണം. കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം നീക്കിത്തള്ളാനും പകുതിയായിട്ട് എഴുന്നേറ്റ് പോകാനും പറ്റില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണോ? വിഷയം അടിയന്തരാവുമ്പോ അവസ്ഥയോ അങ്ങനെ ആയെന്നിരിക്കും. ഇന്നലെ മിനിഞ്ഞാന്നും ഇവിടെ നടന്നത് എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. എന്താ അമ്മേ നടന്നത്? ഓ, കാർത്തിക ഒന്നും അറിഞ്ഞില്ല. ബാങ്ക് വായ്പയ്ക്ക് യതീന്ദ്രൻ അപേക്ഷ തയ്യാറാക്കിയതിനെ കുറിച്ചാ. എന്താ, അറിഞ്ഞില്ലായിരുന്നോ? ആലോചിച്ചു എന്നല്ലാതെ ബാങ്കിൽ അപേക്ഷയൊന്നും കൊടുത്തില്ലല്ലോ. കൊടുക്കാൻ അവസരം കിട്ടിയില്ലെന്ന് പറ. ബിസിനസ്സുകാർ ലോൺ എടുക്കുന്നത് ആദ്യമായിട്ടാണോ? ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ലോൺ എടുക്കാൻ തുടങ്ങുന്നത് ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തർക്കിക്കാനാണെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ പിടിച്ചെടുത്തണമെന്നില്ല. ആഹാരം കഴിച്ച് അടുക്കളയിൽ അങ്ങാൻ ചെന്നിട്ട് സൗകര്യമായിട്ട് തർക്കിക്കാവുന്നല്ലേ ഉള്ളൂ. ബിസിനസ് ആവശ്യത്തിന് ബാങ്ക് വായ്പ എടുക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് കാർത്തിക പറഞ്ഞു. സാമാന്യം നല്ല കച്ചവടമുള്ള നമ്മുടെ തുണിക്കടയ്ക്ക് വേണ്ടി ഇത്രയും വലിയ തുക വായ്പ എടുക്കുന്നത് പുതിയ കാര്യമാണ്. കട വിപുലീകരിക്കാനാണെന്ന് യതീന്ദ്രൻ പറഞ്ഞ കാരണം എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായി ബോധ്യമായില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോ അമ്മ കൺവിൻസ്ഡ് ആയതായിരുന്നു. പിന്നീടാണ് നിറം മാറിയത്. യതി, വേണ്ട, അധികം പരാതി പറയണ്ട നീ. ഗ്ലാസ് ഉടച്ച് പ്രതിഷേധം അറിയിക്കണ്ട കാർത്തികെ. പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ. ഇനിയായാലും കുന്നത്തൂർ ബിസിനസ്സുകളുടെ കാര്യത്തിൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുവാൻ ഒരാളുണ്ടാവണം. അപ്പൊ യതിയേട്ടനോ? യതീന്ദ്രനുണ്ട്. അതുകൂടാതെ ഒരാള് വേണം.
എല്ലായിടത്തും കണ്ണെത്തണം, എല്ലാം ശ്രദ്ധിക്കണം. അതിനാണ് ഓരോ ഏരിയയിലും മാനേജേഴ്സും അസിസ്റ്റൻസും ഉള്ളത്. അവര് നമ്മുടെ സ്റ്റാഫല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തതല്ലോ. അതുകൊണ്ട് പറഞ്ഞേക്കാം, ഇന്നു മുതൽ എല്ലായിടത്തുമുള്ള മേൽനോട്ടത്തിന് നന്ദിനിയെ ഞാൻ ചുമതലപ്പെടുത്തുക. തുടങ്ങി വെച്ചപ്പോഴേ പിടികിട്ടി അമ്മ എങ്ങോട്ടാ വഞ്ചി തുഴഞ്ഞടുപ്പിക്കുന്നതെന്ന്. എന്ന് കരുതി ആർക്കും ഇപ്പോഴുള്ള സ്ഥാനങ്ങളോ പദവികളോ കുറയുന്നില്ല. സമാശ്വാസ സമ്മാനം എന്നൊക്കെ പറയുന്ന പോലല്ലേ? ഒരൊപ്പിടുന്ന കാര്യം വന്നപ്പോ എല്ലാവരുമായി കൂടി ആലോചിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമായി. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കൂടിയാലോചനയുമില്ല, ആലോചനയുമില്ല. തീരുമാനം അടിച്ചേൽപ്പിക്കുക. അതെ, അങ്ങനെ തന്നെ. അത്തരം ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതുണ്ടാക്കിയത് ആരാണെന്ന് ഞാൻ പറയണോ? ദേ, മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞേക്കാം. യതീന്ദ്രനോടാണ്. നന്ദന ഒരു അധികപ്പറ്റം കാണിക്കാൻ വരില്ല. പക്ഷെ ന്യായമായ ഒരു കാര്യം ആവശ്യപ്പെട്ട, ഒരു ഫയലോ ബില്ലോ ചോദിച്ചാ അവക്കത് കിട്ടിയിരിക്കണം. കണക്കുകൾ അവൾ അറിഞ്ഞിരിക്കണം. എല്ലാ തുണ്ടുകടലാസും ഞാൻ മടിയിൽ കൊണ്ടു നടക്കുകയല്ല. ഓരോന്നിനും ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുകളുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ യതി പറയാതെ അവർക്ക് നന്ദനയെ ഒരു കടലാസ് തുണ്ട് പോലും കാണിച്ചു കൊടുക്കാതെയോ ഇരിക്കാം. അങ്ങനെ സംഭവിക്കരുത്. മാനേജരോടും അക്കൗണ്ടിനോടുമെല്ലാം നീ അത് പറഞ്ഞേൽപ്പിക്കണം. അല്ലെങ്കിൽ എനിക്ക് വന്ന് പറയേണ്ടി വരും. അത് യതിക്ക് ക്ഷീണമാവും. ഇതൊരു തരം അടിച്ചേൽപ്പിക്കലാണെന്ന് കാർത്തിക പറഞ്ഞപ്പോ അമ്മ അത് അവഗണിച്ചു. അവളെ കളിയാക്കി. എന്നാലേ കുന്നത്തൂരെ സകല ബിസിനസ്സുകളുടെയും മാനേജിംഗ് പാർട്ട്ണറായ ഞാൻ പറയുന്നു, ഇത് ഏകപക്ഷീയമായ തീരുമാനമാണ്. അമ്മ ഡിസൈഡ് ചെയ്തിട്ട് പിന്നീട് പ്രഖ്യാപിച്ചാ പോരാ. കുടുംബം നടത്തുന്ന പ്രസ്ഥാനമാണെങ്കിലും ബിസിനസ് ആവുമ്പോ അതിന് അതിൻ്റെതായ കൃത്യമായ ബൈലോ ഉണ്ട്. തീരുമാനങ്ങളെ മറ്റൊരു മാനേജിംഗ് പാർട്ട്ണറായി ഉദയേട്ടനും അംഗീകരിക്കണം. ഭാര്യ 24 മണിക്കൂറും ടെക്സ്റ്റൈൽസിന്റെയും കമ്പനികളുടെയും പുറകെ നടക്കണമെന്ന് ഉദയേട്ടൻ പറയട്ടെ. അല്ലെങ്കിൽ മെയിൻ സ്റ്റാഫിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദയേട്ടൻ കൊടുക്കട്ടെ. അമ്മയുടെ ഈ സജഷനോടുള്ള ഉദയേട്ടന്റെ പ്രതികരണം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അമ്മയുടെയും നന്ദനെയും പക്ഷം പിടിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. ബിസിനസ്സിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അതിനെ തള്ളിക്കളയാൻ മാത്രം വിഡ്ഢിത്തം എനിക്കില്ല. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാവാൻ കാരണം അത് നിന്റെ പിടിപ്പുകേടാ. അതിന് എക്സ്ക്യൂസ് ഇല്ല, റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. നിന്നോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളുടെ മൊത്തത്തിലുള്ള ചുമതല നിനക്കാ. അതുകൊണ്ടാണ് ചില നോട്ടപ്പശകൾ ഉണ്ടാകുന്നത്, വർക്ക് ലോഡ് കൂടിയിട്ട്. ശരിയാ, ഉദയേട്ടൻ പറഞ്ഞത് തന്നെയാ കാര്യം. ഒരാൾ കൂടി ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അല്ല, അത് പിന്നെ പുറത്തുനിന്ന് ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ, അത് ആലോചിക്കാന്നേ ഉള്ളൂ. എങ്കിൽ അകത്തുനിന്ന് ഒരാളാവുന്നതാണോ പ്രശ്നം? കേട്ടാ, അല്ല അത് പിന്നെ യതി, എന്റെ പ്രതികരണം ചോദിച്ചാണ് നീ തുടങ്ങിയത്. അത് പറഞ്ഞേക്കാം. കുന്നത്തൂരിലെ ബിസിനസ്സുകളുടെ ചുമതല നന്ദന കൂടി നോക്കിക്കൊള്ളട്ടെ.
ഇനി എനിക്ക് എഴുന്നേറ്റ് കൈ കഴുകാലോ? Yeah.